ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ നടക്കാൻ പോകുന്ന ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ട്രൈക്കർ മാർക്കോസ് റാഷ്ഫോർഡിന് വേണ്ടി പാരീസ് സെന്റ് ജർമ്മൻ, ആർസണൽ, AC മിലാൻ എന്നീ ക്ലബ്ബുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. AC മിലാൻ്റെ ഭാഗത്ത് നിന്നും 60 മില്യൺ യൂറോസിൻ്റെ ഓഫറാണ് വന്നിരിക്കുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഒരു ഗ്രീൻ സിഗ്നൽ വന്നിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ക്ലബ്ബ് വിട്ടു പോകുന്നതായിരിക്കും ഫ്യൂച്ചറിന് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് അമോറിയുമായിട്ട് അത്ര നല്ലൊരു റിലേഷനിലല്ല റാഷ്ഫോർഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രശ്നത്തിന് ശേഷം പ്ലേയിങ് ടൈം വരെ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി ജോഷുവ കിമ്മിച്ച്, ബയൺ മ്യൂണിക് താരം, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നീ ക്ലബ്ബുകൾ കിമ്മിച്ചിന് വേണ്ടി 40 മില്യൺ യൂറോസിൻ്റെ ഓഫർ നൽകിയതായിട്ടാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ബയൺ മ്യൂണിക്കിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു ഗ്രീൻ സിഗ്നൽ വന്നിട്ടില്ല. പക്ഷേ പല ഇൻ്റർവ്യൂകളിലും കിമ്മിച്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ റെസ്പോൺസ് ക്ലബ്ബ് വിടും എന്ന് തന്നെയാണ്, ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഏത് ക്ലബ്ബിലേക്കാണ് എന്നുള്ളത് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കുന്നതല്ല. അടുത്തതായി ലിവർപൂൾ താരം അലക്സാണ്ടർ അർണോൾഡിന് വേണ്ടി റിയൽ മാഡ്രിഡ്, അതുപോലെ ബയൺ മ്യൂണിക് രംഗത്ത് വന്നിരിക്കുകയാണ്. കിമ്മിച്ച് ക്ലബ്ബ് വിടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബയൺ മ്യൂണിക്കിലേക്ക് പോകാനുള്ള സാധ്യത ആണ് വളരെ കൂടുതൽ. കാരണം ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിലും RMF പൊസിഷനിലും കളിക്കുന്ന ഒരു പ്ലെയറാണ് അർണോൾഡ്. കിമ്മിച്ചിനെ സംബന്ധിച്ചിടത്തോളം കിമ്മിച്ച് ആദ്യം റൈറ്റ് ബാക്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് ഒരു DMF സെൻട്രൽ മിഡ്ഫീൽഡ് റോളിലേക്ക് മാറുകയുണ്ടായത്. അപ്പം ഈ ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും വളരെയധികം സാധ്യത ബയൺ മ്യൂണിക്കിലേക്ക് പോകാൻ തന്നെയായിരിക്കും. അടുത്തതായി ബാഴ്സലോണൻ സെൻറ്റർ ബാക്ക് അറോഹോയുടെ റൂമറാണ്. അറോഹോയ്ക്ക് വേണ്ടി 60 മില്യൺ യൂറോസിൻ്റെ ഓഫറുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്രോച്ച് ചെയ്തതായിട്ടാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഈ ഒരു ഡീൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അറോഹ ക്ലബ്ബ് വിട്ടു പോകും എന്നുള്ളത്. അടുത്തതായി ഗർണാച്ചോക്ക് വേണ്ടി നാപ്പോളി, അത്ലറ്റിക്കോ മാഡ്രിഡ്, റിയൽ സോസിഡാഡ് എന്നീ ക്ലബ്ബുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നെപ്പോളിയുടെ ഭാഗത്ത് നിന്നും 60 മില്യൺ യൂറോസ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്നും 50 മില്യൺ യൂറോസിൻ്റെ ഓഫറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡീലും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു പ്രശ്നത്തിന് ശേഷം അമോറിയം ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗർണാച്ചോ ക്ലബ്ബ് വിട്ടുമായിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പോകുകയാണെങ്കിലും എനിക്ക് സാധ്യത അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെ ആയിരിക്കും. കാരണം അതിൽ ഒരുപാട് അർജൻറ്റീനൻ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ആ ഒരു ക്ലബിലേക്ക് പോകുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അടുത്തതായി വരുന്ന റൂമേഴ്സ് ക്രിസ്ത്യൻ റൊമേറോ, അർജൻറ്റീനൻ സെൻറ്റർ ബാക്കിന് വേണ്ടി റിയൽ മാഡ്രിഡ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നിലവിലെ റിയൽ മാഡ്രിഡിൻ്റെ ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കിന് ഈ ഒരു സിറ്റുവേഷനിൽ ആവശ്യമാണ്. പക്ഷേ ടോട്ടൻഹാമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ ഈ സീസണല്ല, ഇതിൻ്റെ മുന്നേ ഉള്ള സീസണിലെ ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ടോട്ടൻഹാം താരത്തെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇനി ഒരു ക്രിസ്ത്യൻ റൊമേറോയുടെ ഡിസിഷൻ എന്തായിരിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും ഈ ഒരു ഡീൽ നടക്കാൻ പോവുക. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.